നമ്മുടെ കയ്യിലുള്ള DP വെച്ച് അടുത്തടുത്ത വാലറ്റുകളൊക്കെ നമുക്ക് തുറക്കാമായിരുന്നു. നെക്സ്റ്റ്, ഫോർ ദ ടീമിന് വേണ്ടി നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം, അവരെ അപ്ലിഫ്റ്റ് ചെയ്യാം, അവരെ കൈ കൊടുത്ത് കയറ്റാൻ പറ്റും. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ആയിരുന്നു ബാങ്ക് വിഡ്രോവൽ. അപ്പോ അത് നമുക്ക് എങ്ങനെയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ഇപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ് ബാങ്ക് വിഡ്രോവൽ. ഇതിപ്പോ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ വാലറ്റ് തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അന്ന് ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ 1020 DP അതിലുണ്ടായിരുന്നു. അതിന്റെ താഴെ നമ്മൾ കാണാൻ പറ്റും വിഡ്രാവൽ ഇൻ ബാങ്ക്. ഇന്ന് നമ്മൾ എന്താ കാണുക, റിഡീം DP ടു PVC മെറ്റാന്ന് കാണുന്ന ആ സ്ഥലത്ത് വിഡ്രാവൽ ഇൻ ബാങ്ക് അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ അടുത്തൊരു സ്ക്രീൻ തുറക്കും. അതിൽ എഴുതിയിട്ടുണ്ട് വിഡ്രാവൽ ഇൻ ബാങ്ക്, ടു വിഡ്രാവൽ ഫണ്ട് ഇൻ ടു ബാങ്ക്, ഫിൽ ദ എമൗണ്ട് ഇൻ ബിലോ ബോക്സ്. ആ ബിലോ ബോക്സിൽ ആ എമൗണ്ട് കാണിച്ച ആ സ്ഥലത്ത് നിങ്ങൾ ഫിൽ ചെയ്യാൻ, നിങ്ങൾ എത്രയാണ് വിഡ്രാവൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ RBIയുടെ റൂൾ പ്രകാരം മിനിമം 100 DP നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 100 and above എത്ര വേണമെങ്കിൽ ചെയ്യാം, 99 പറ്റില്ല എന്നർത്ഥം. അതിനുശേഷം അവരൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, ആൻഡ് ക്ലിക്ക് ഓൺ വിഡ്രാവൽ. ഒന്ന് ക്ലിക്ക് ചെയ്യാൻ. എന്താ ക്ലിക്ക് ചെയ്യേണ്ടത്? ഐ എഗ്രി, ഞാൻ സമ്മതിക്കുന്നു, ടു വിഡ്രാവൽ ഓഫ് DP ഇൻ മൈ ബാങ്ക്. എന്താ നമ്മൾ വിഡ്രോ ചെയ്യാൻ പോണത്? ഡിജിറ്റൽ പോയിന്റിനെയാണ് നമ്മുടെ ബാങ്കിൽ വിഡ്രോ ചെയ്യാൻ പോണത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ താഴത്ത് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, ഓൺ വിഡ്രാവൽ ഇൻ ടു ബാങ്ക് ട്രാൻസാക്ഷൻ ചാർജസ് 10% അപ്ലൈഡ്. 10% ട്രാൻസാക്ഷൻ ചാർജസ് അപ്ലൈഡ്. അതിൽ ഞാൻ 19/4/2021 നമുക്ക് സ്ക്രീനിൽ കാണാം, കുറച്ച് ചെറുതായിട്ടായിരിക്കും കാണാം, എന്നാലും പറയാം. 19/4/2021 രാവിലെ 8:37 ഞാൻ ഒരു 100 DP ഞാൻ എന്റെ ബാങ്കിലേക്ക് അയച്ചു. അപ്പോ ഈ ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് എല്ലാ ബാങ്കിലും അവരവർ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു പാസ്ബുക്ക് ഉണ്ടാവല്ലോ. ആ പാസ്ബുക്കിൽ വന്ന മെസ്സേജ് എന്താ പറഞ്ഞാൽ, DP 100 ഹാസ് ബീൻ ഡെബിറ്റ് ചെയ്തു. എന്തിനു വേണ്ടി? ഫ്രം യുവർ വാലറ്റ്. എവിടുന്ന്? ഫ്രം യുവർ, നിങ്ങളുടെ വാലറ്റ് നിന്ന്, ഫോർ വിഡ്രാവൽ ഇൻ ബാങ്ക്. ബാങ്കിന്റെ വിഡ്രോവലിന് വേണ്ടിയിട്ട് കറന്റ് വാലറ്റ് ബാലൻസ് ഈസ് DP 546.907. ആ നീലയിൽ കാണുന്നത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്, കുറച്ചും കൂടി വിസിബിൾ, മറ്റേ ചെറിയ ഷോർട്ട് ആയതുകൊണ്ട്. വിഡ്രാവൽ DP 100 ആയിരുന്നു. കൺവേർഷൻ റേറ്റ് അന്ന് ഇന്ത്യയിലെ ഡോളറിന്റെ വാല്യൂ 74.5 ആയിരുന്നു. അപ്പൊ ടോട്ടൽ 100 × 74.5 പറഞ്ഞാൽ 7450. ഞാൻ ഓൾറെഡി പറഞ്ഞു സർവീസ് ചാർജ് 10% എടുക്കുന്നു. അതിന് 745 മൈനസ് ചെയ്താൽ 6705. എനിക്ക് ആക്സിസ് ബാങ്കിലും അക്കൗണ്ട് ഉണ്ട്, കാനറ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട്. ഞാൻ കാനറ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ KYCയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തു, ആക്സിസ് ബാങ്കിൽ നിന്ന് ₹1 ഞാൻ കാനറ ബാങ്കിലേക്ക് അയച്ചു. എന്തിനാ? എനിക്ക് പ്രസന്റ് ബാലൻസ് അറിയാൻ വേണ്ടി. ആൻ എമൗണ്ട് ഓഫ് INR 1 ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട് ഓൺ 19/4/2021. അതേ സെയിം ഡേറ്റിൽ. അപ്പൊ ടോട്ടൽ അവൈലബിൾ ബാലൻസ് INR 11,504.19 കനറ ബാങ്ക്. 4 മണിക്കൂറും 38 മിനിറ്റും കഴിഞ്ഞപ്പോൾ ഈ 6,705 എന്റെ അക്കൗണ്ടിൽ, ആൻ എമൗണ്ട് ഓഫ് INR 6,705 ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. ക്രെഡിറ്റ് ആയി 19/4/2020. ഇപ്പൊ ടോട്ടൽ അവൈലബിൾ ബാലൻസ് INR 18,209.19. അപ്പോ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ RBIയുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇതൊന്നും ഒരിക്കലും നടക്കില്ല. ദെൻ അതാണ് നമ്മുടെ ബിലീവ് സിസ്റ്റം കൂടുകയാണ്. അതിൽ വേറൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് നിങ്ങൾക്ക് യൂട്ടിലിറ്റി ബിൽസ് ഈ DP വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അതെന്താണ്? അതിൽ പറയുന്നത് മൊബൈൽ പ്രീപെയ്ഡ്, മൊബൈൽ പോസ്റ്റ് പെയ്ഡ്, ഗ്യാസ് പേയ്മെന്റ്, ലാൻഡ് ലൈന്, DTH, ഇലക്ട്രിസിറ്റി ബിൽ. ഒന്നും കൂടി നമുക്ക് സാറേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സെറ്റിൽഡ് ഇൻ കോയമ്പത്തൂരാണ്. അപ്പൊ എനിക്ക് പാലക്കാടുള്ള ഒരു വീടുണ്ട്, അത് കൂട്ടിക്കിടക്കുക. ഞാൻ ജോയിൻ ചെയ്ത് 2021 ഓഗസ്റ്റ് 26 അപ്പൊ എന്താ ഇവരുടെ ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബറിൽ ഇലക്ട്രിക് ബില്ല് വന്നപ്പോൾ ₹335 വന്നപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് സക്സസ്ഫുൾ 335. 23 ഒക്ടോബർ 2020 ക്ലോസിംഗ് ബാലൻസ് DP 45.04. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല, അപ്പൊ ചെറിയൊരു DP കയ്യിലുണ്ടായിരുന്നു. 11672050174114 റെസീപ്റ്റ് നമ്പർ KSEB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. കേരളത്തിൽ ഒരു കാര്യം
ഒരു DPA അംഗീകരിച്ചുകൊണ്ട് ബില്ല് എടുത്തിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോഴാണ് നമ്മുടെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കാരണം ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം അല്ല. കാരണം 156 രാജ്യങ്ങളിലുണ്ട്. അപ്പോഴാണ് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻഷ്യൽ ടെക്നോളജി, അതാണ് DEFI. അങ്ങനെയാണെങ്കിൽ സെൻട്രലൈസ്ഡ് ഫിനാൻഷ്യൽ ടെക്നോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. സെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്താ? ഇൻ സെൻട്രലൈസ്ഡ് ഫിനാൻസ് മണി ഈസ് ഹോൾഡ് ബൈ ബാങ്ക്സ്. ഈ മണി ആരുടെ അടുത്ത് ഉണ്ടാകുക? ബാങ്കിന്റെ അടുത്തോ ആൻഡ് തേർഡ് പാർട്ടീസ്, മൂന്നാമതൊരാളുടെ അടുത്തോ ഉണ്ടാവും. ഹൂ ഫെസിലിറ്റേറ്റ്, അവരായിരിക്കും നമുക്ക് മണി മൂവ്മെന്റിനെ വളരെ സുതാര്യമായിട്ട് കൊണ്ടുതരിക. ബിറ്റ്വീൻ ദ പാർട്ടീസ്, നമ്മളും ആ ബാങ്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടീസോ, വിത്ത് ഈച്ച് ചാർജിങ് ഫീസ് ഫോർ യൂസിങ് ദർ സർവീസ്. അവരുടെ സർവീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് ചാർജസ് നമ്മൾ അത് വാങ്ങിയിട്ടുണ്ടാവും. ഇവിടെ എന്താ ഡീസെൻട്രലൈസ് ചെയ്യുന്ന ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻഷ്യൽ ടെക്നോളജി, also known as DEFI, refers to new paradigm. New paradigm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂതനമായ ഒരു മാതൃകയാണ് ഇൻ ഫിനാൻഷ്യൽ സർവീസിൽ. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആയിട്ടാണ് ബേസ് ആണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻഷ്യൽ ടെക്നോളജി പ്ലാറ്റ്ഫോം അനുവദിക്കുന്നത് ഇൻഡിവിജ്വൽസ് വ്യക്തിപരമായിട്ട് ടു ആക്സസ് ചെയ്യാൻ പറ്റും. എന്ത്? ഫിനാൻഷ്യൽ സർവീസസ് സച്ച് ആസ് ലെൻഡിങ്, ബോറോയിങ്, കൊടുക്കൽ വാങ്ങൽ ആൻഡ് ട്രേഡിംഗ് വിത്തൗട്ട് ദ നീഡ് ഫോർ ഇന്റർമീഡിയറ്റ്സ്. ഇതിന്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഇല്ലാണ്ട് തന്നെ വിത്തൗട്ട് ദ നീഡ് ഫോർ ഇന്റർമീഡിയറ്റ്സ് ലൈക്ക് ബാങ്കുകൾ ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്റ്റെഡ് ഓഫ് ദീസ് സർവീസസ് ആർ provided through smart contracts. ഒരു സ്മാർട്ട് കോൺട്രാക്ട്സിലൂടെ ആയിരിക്കും ഇത് നടക്കുന്നത്. ആൻഡ് ഡീസെൻട്രലൈസ്ഡ് അപ്ലിക്കേഷൻ ദാറ്റ് റൺ ഓൺ എ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്, എൻഷുറിംഗ് ദാറ്റ് ട്രാൻസാക്ഷൻ ആർ, ഇതാണ് ബ്യൂട്ടി, ട്രാൻസ്പെറന്റ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും ആൻഡ് വെരിഫയബിൾ. ആർക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഡീസെൻട്രലൈസ്ഡ് ഇതിന്റെ ബ്യൂട്ടി. Decentralized financial technology is often associated with cryptocurrency. ഇവിടെയാണ് നമ്മൾക്ക് പ്രയോജനം കേട്ടോ. Associated with cryptocurrency, but it has the potential to transfer a wide range of financial services and industries. ഇത് വളരെ വൈഡ് റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻഷ്യൽ ടെക്നോളജി. അപ്പൊ എന്തായി? ഇന്ത്യൻ ഗവൺമെന്റ് എക്കണോമിക് ടൈംസിൽ വന്നാണ് 2022 ഫെബ്രുവരി 1-ാം തീയതിത്തെ റിപ്പോർട്ടാണ്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ വന്ന മെസ്സേജാണ്. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അനൗൺസ്ഡ് ദാറ്റ് the RBI will rule out the central bank digital currency CBDC in financial year 2023 പറഞ്ഞാൽ 22 and 23. നെക്സ്റ്റ്, അതെന്തായി? നവംബർ 1-ാം തീയതി തൊട്ട് RBI CBDC സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ റുപ്പി പൈലറ്റ് പറഞ്ഞാൽ ഒരു ട്രയൽ ആൻഡ് എററിൽ സ്റ്റാർട്ട് ചെയ്ത് ഫ്രം നവംബർ 1 SBI, HDFC, അങ്ങനെ 7 അതർ ബാങ്ക്. ആരൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, HSBC. ഇങ്ങനെ 9 ബാങ്കുകളില് ഇതിൽ ട്രയൽ ആൻഡ് എററില് ആദ്യം സിറ്റീസിൽ തുടങ്ങി ഇപ്പൊ കൊച്ചിയിലടക്കം സ്റ്റാർട്ട് ചെയ്തു. അതും പ്രീമിയം കസ്റ്റമർക്ക് മാത്രമേ അതിൽ അലൗഡ് ചെയ്യൂ. നമ്മളോ നമ്മുടെ എലിജിബിലിറ്റി നോക്കിയില്ല, നമ്മുടെ ക്യാരക്ടർ നോക്കിയിട്ടില്ല. 150 രാജ്യങ്ങള് ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്തൊരു ഓർഗനൈസ് സിസ്റ്റത്തിലാണ് നമ്മളുള്ളത്. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ വരാൻ കാരണം? ഒരു കാരണമാണ് ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് ക്രിപ്റ്റോ കറൻസി. 7.3% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഓൺഡ് ഡിജിറ്റൽ കറൻസി ഇൻ 2021 7.3% ഇന്ത്യൻ പോപ്പുലേഷനിലെ ആൾക്കാര്, അതായത് ഒരു 9 കോടി ജനങ്ങള്
ഡിജിറ്റൽ കറൻസി സ്വന്തമായിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടി നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഒരു 50% ആൾക്കാർ ഇത് അറിഞ്ഞ് ചെയ്തിട്ടുണ്ടാവും, 50% ആൾക്കാർ ആരെങ്കിലും നിർബന്ധം കൊണ്ട് ചെയ്തു. ഇതായപ്പോഴാണ് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം ഇന്ത്യൻ ഗവൺമെന്റും എന്ത് ചെയ്തു, ഇപ്പൊ ലേറ്റസ്റ്റ് 2023 ഫെബ്രുവരി 3 ഒരു റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. G20 എക്സ്പ്ലോറിംഗ് ക്രിപ്റ്റോ കറൻസി റെഗുലേഷൻ. അവർ ഫിനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ സേസ്. എന്താ പറയുന്നത്? ക്രിപ്റ്റോ ഈസ് ഹെവിലി ടെക്. ഹെവിലി ടെക് പറഞ്ഞാൽ ഹൈലി ടെക്നോളജി ബേസ്ഡ് ആണ്. ലീഡ് ആൻഡ് ലെസ് ഓഫ് ഹ്യൂമൻ ഇന്റർവെൻഷൻ. അതിൽ കൂടുതൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ലീഡ് ചെയ്യാൻ പറ്റില്ല. വി ആർ ടോക്കിംഗ് ടു ഓൾ ദ നേഷൻസ് ആൻഡ് ഇഫ് റെഗുലേഷൻ ഹാസ് ടു ബി ഫ്രെയിംഡ് then one country cannot frame it alone. ഒരു രാജ്യം വിചാരിച്ചാൽ മാത്രം ഇതിനൊന്ന് ഫ്രെയിമിയോ ഒരു റെഗുലേഷൻസ്, ഒരു നടപടിക്രമങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വരുന്ന G20 മേജർ അജണ്ട എന്താ പറഞ്ഞാൽ ഈ ക്രിപ്റ്റോ കറൻസിക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാനുണ്ട്. അതിന്റെ സിംറ്റം കഴിഞ്ഞ മനോരമയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വി ആർ സ്പീക്കിംഗ് ഓൾ ഫോർ ഫോമിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, SOP എന്ന് പറയും. എന്താണ് ഈ SOP എന്ന് നമുക്ക് നോക്കാം. SOP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സ് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ. ഈസ് എ പ്രൊസീജിയർ സ്പെസിഫിക് ടു യുവർ ഓപ്പറേഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ്. അത് വിവരിക്കുന്ന എന്താണ്? ദ ആക്ടിവിറ്റീസ്. എന്തൊക്കെ ആക്ടിവിറ്റീസ്? നെസസറി ടു കംപ്ലീറ്റ് ടാസ്ക് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻഡസ്ട്രി റെഗുലേഷൻ ആൻഡ് പ്രൊവിനൻസ് ലോസ്. എന്താ പ്രൊവിനൻസ് ലോ പറഞ്ഞാൽ പ്രാദേശിക തരമായിട്ടും ഇന്റർനാഷണൽ പരമായിട്ടും എന്തൊക്കെയാണ് അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് G20 അജണ്ടയാണ്. കാരണം ഒരു നിയമം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഗ്ലോബൽ വൈസും പ്രാദേശിക തലത്തിലും വരാൻ പോകണമെന്ന് അർത്ഥം. എന്താണ് ഈ G20? ചിലവർക്ക് അറിയാം, ഒരു ഓർമ്മപ്പെടുത്തലാണ്. G20 പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 20 കൺട്രീസ് എന്നാണ്. ലോകത്തിലെ 20 കൺട്രികളും ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഗ്രൂപ്പ് ഓഫ് G20. ഈ G20 മീറ്റിൽ ആരാണ് വരിക? അതാത് രാജ്യത്തിന്റെ, ഈ 20 രാജ്യത്തിന്റെയും ഫിനാൻഷ്യൽ മിനിസ്റ്ററും വരും, അവിടുത്തെ സെൻട്രൽ ബാങ്ക് ഗവർണർ വരും. അങ്ങനെയാണ് ഇതിന്റെ മീറ്റിംഗിൽ നിന്ന് നടക്കുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് ആരാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സെൻട്രൽ ബാങ്ക്. അപ്പോ അതില് പറയുന്നുണ്ട്, ഇൻ ദ G20 countries together represent around 90% of the global GDP. GDP-യുടെ 90%, ലോകത്തിന്റെ GDP-യുടെ 90% പെയ്ഡ് ചെയ്യുന്ന ഈ 20 രാജ്യങ്ങളാണ്. 80% ഓഫ് ഗ്ലോബൽ ട്രേഡ് എന്ന് പറയും, 80% ഗ്ലോബൽ ട്രേഡ് നടത്തുന്നതും ഈ G20 കൺട്രീസ് ആണ്. 2/3 ഓഫ് ദ വേൾഡ് പോപ്പുലേഷനും ഈ ഓർഗനൈസേഷനിലാണുള്ളത്. അപ്പൊ സെപ്റ്റംബർ 9-10 ഈ 20 കൺട്രീസും കൂടിയിട്ട് അതിന്റെ പ്രകൃതി ഡൽഹിയിൽ നടത്താൻ പോണത്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിന്റെ ബ്രാൻഡ് നെയിം മാറി. അതാണ് റീബ്രാൻഡഡ് മെറ്റാന്നാക്കി. അവര് ഒരു ടോക്കൺ, ഒരു കറൻസി ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ്, ഫേസ്ബുക്ക് ഒരു ക്രിപ്റ്റോ കറൻസി ഇറക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ പേഴ്സണൽ ആയിട്ട്. എന്താണ് അതിന്റെ പേര്? ലിബ്ര എന്നാണ് പേര്. ലിബ്ര, അതാണ് അതിന്റെ സൈൻ. ആ വെള്ളം പോണമാതിരി 3 അതിന്റെ സൈൻ. നമ്മുടെ PVC മെറ്റീരിയല് ഒരു V എഴുതിയിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയ മാതിരി ഇല്ലേ, അതാണ്. അതേമാതിരി ഇതിന്റെ എംബ്ലം എന്താ ചോദിച്ചാൽ ആ 3 വെള്ളങ്ങളുള്ളതാണ്. ഇതില് എന്താ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 285 കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ആ ഫേസ്ബുക്ക് അതിനെന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ കോയിന്, വാട്ട് ഹാപ്പൻ ടു ഫേസ്ബുക്ക് ലിബ്ര, എന്താ സംഭവിച്ചതെന്ന് ഗൂഗിളിൽ നിങ്ങൾ ചോദിച്ചോളൂ. അതിൽ പറയും, ദ ഡീം പ്രൊജക്ട് ലോഞ്ച്ഡ് ബൈ ഫേസ്ബുക്ക് ആസ് ലിബ്ര ഇൻ 2019. 2019 ലിബ്ര എന്നുള്ള അവര് ഒരു ക്രിപ്റ്റോ കറൻസി ഫേസ്ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ലോകത്തില്. ഈസ് ഷട്ട് ഡൗൺ ആയി. എങ്ങനെ? ഫോളോയിങ് സ്ക്രൂട്ടിനി ഫ്രം ഫിനാൻഷ്യൽ റെഗുലേറ്ററീസ്. ഇതിന് ഒരു കോയിൻ ഗ്ലോബലി കേട്ടോ, അല്ലാണ്ട് പ്രാദേശിക സ്ഥലത്തോ നമ്മുടെ വീട്ടിന്റെ പരിസരത്താണെങ്കിൽ 4000 രൂപ കൊണ്ട് ആർക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം. അതല്ല, ഒരു ഗ്ലോബലി ഒരു കോയിനോ ഒരു ടോക്കണോ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലീഗലായിട്ട്
എത്തിക്സും പ്രിൻസിപ്പിൾസും വാല്യൂസും ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമകൾ കടന്നിട്ടേ അതിൽ പറ്റുള്ളൂ. ആ കടമകൾ ഈ ഫേസ്ബുക്കിന് കടന്ന് പോകാൻ പറ്റിയില്ല. അതാണ് അവിടെ പറയുന്നത്, ഫോളോയിങ് സ്ക്രൂട്ടണി ഫ്രം ഫിനാൻഷ്യൽ റെഗുലാരിറ്റീസ്. ആ ഫിനാൻഷ്യൽ റെഗുലാരിറ്റീസിൽ അവർക്കത് ആ കടമ്പ കടക്കാൻ പറ്റിയില്ല. ആർക്കാ? ഫേസ്ബുക്കിനാ. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 285 കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള വൺ ഓഫ് ദ ബിഗ് ജയന്റ് ഇൻ ദ യൂണിവേഴ്സ്. അവർക്ക് ആ കോയിൻ ഇറക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ കോയിൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓൾ ദ റെഗുലാരിറ്റീസും അതിന്റെ എല്ലാം പാസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കോയിൻ ഇറങ്ങാൻ പറ്റിയത്. അതാണ് ഞാൻ കമ്പയർ ചെയ്ത് പറയാണ് നമ്മൾ ഇരിക്കുന്ന ആ പാർട്ട്ണർഷിപ്പ് എന്നുള്ളതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്തത് PVC Meta.io. അതാണ് നമ്മുടെ കോയിന്റെ ടോക്കണിന്റെ പേര്, എല്ലാവർക്കും അറിയാം. അതിൽ 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, വെബ് 1 എന്തായിരുന്നു? Was first generation of www, also refers as a read-only web. വായിക്കാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ട് allowed users to search for information or read. ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, റീഡ് ചെയ്യാം, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് എന്ത് ചെയ്തു? വെബ് 2.0 ഇറങ്ങി. അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വിക്കിപീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ ആൻഡ് വേരിയസ് ബ്ലോഗ്സ്. ഇതൊക്കെയാണ് വെബ് 2ന്റെ ബ്യൂട്ടി. അപ്പൊ ഇപ്പൊ എന്തായി? വെബ് 3 ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് വെബ് 3? വെബ് 3 ഈസ് an idea of new iteration, പറഞ്ഞാൽ a reference of the world www which incorporate concepts such as decentralization. കണ്ടോ? Decentralization financial technology, decentralization exchanges, blockchain technologies and token based economics. നമ്മുടെ എന്താണ് PVC മെറ്റ എന്നുള്ളത്? എന്താണ്? ടോക്കൺ ആണ്. എന്താ PVC? പേർവിൻ കമ്മ്യൂണിറ്റി. മെറ്റ എന്ന് പറഞ്ഞാൽ മെറ്റാവേഴ്സ് ടെക്നോളജി. അത് തന്നെയാണ് വെബ് 3. അപ്പൊ ടോക്കൺ ബേസ്ഡ് എക്കണോമിക്സ് ആണ് ദ ഫ്യൂച്ചർ ഓഫ് ദ മണി. ഇനി വരാൻ പോണ മണി ഇത് തന്നെയാണ്. ഫ്യൂച്ചർ ഓഫ് ദ മണി ഏതാ ചോദിച്ചാൽ PVC മെറ്റയാണ് ദ കറൻസി ഓഫ് ദ ഫ്യൂച്ചർ. നെക്സ്റ്റ് സാർ, നെക്സ്റ്റ്. അവിടെ ഫ്യൂച്ചർ ഓഫ് ദ മണിയില് അവർ പറയുന്നത് ദ സ്മാർട്ട് ടോക്കൺ പവേർഡ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. ആരാണ് ഈ ബൈ ദ പീപ്പിൾ? പാർട്ട്നേഴ്സ്, നമ്മൾ ഓരോരുത്തരുമാണ്. ആർക്ക് വേണ്ടി? ഫോർ ദ പീപ്പിൾ, മറ്റുള്ളവർക്ക് വേണ്ടി. എബൌട്ട് അസ്, അവരെ പറ്റി പറയുകയാണെങ്കിൽ അവർ പറയുന്നത് എന്താണ് ഞാൻ എന്ന് ചോദിച്ചാൽ PVC മെറ്റ നമ്മളോട് പറയാണ്, PVC മെറ്റ മേക്സ് ഇറ്റ് ഈസി ടു കൺവേർട്ട് ഫിയറ്റ് കറൻസി. ഫിയറ്റ് കറൻസി എന്ന് പറഞ്ഞാൽ അതാത് രാജ്യത്തെ കറൻസിക്ക് കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ PVC മെറ്റ കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് കോണ്ടന്റ്, ഫ്രണ്ട് വരുന്ന പ്രവർത്തന രംഗത്ത്, അസറ്റ്സ്, ട്രാൻസ്ഫർ ആൻഡ് സ്റ്റോർ ഇൻ വാലറ്റ്. അവിടെ എന്താണ്? സേഫ് ആൻഡ് സെക്യൂർ. അത്രയും സെക്യൂരിറ്റിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ട്രസ്റ്റ് വാലറ്റിൽ പോണു, നമ്മൾ PVC മെറ്റയിൽ പോണു. അതിന് ട്രസ്റ്റ് വാലറ്റ് തന്നെ 12 ഫ്രേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എഗെയിൻ ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു, 6 ഡിജിറ്റ് ഉള്ള. എന്തിനാണ് അതൊക്കെ? അത്രയും സെക്യൂർ ആണ്. ഗ്രേറ്റ് കമ്മ്യൂണിറ്റിയാണ്. കാരണം ദ മോർ ദാൻ മില്യൺസ് ഓഫ് പീപ്പിൾ, നമ്മളെ മാതിരി മില്യൺസ് ഓഫ് പീപ്പിൾ ഉള്ളതാണ്. അവരുടെ മെയിൻ ഒബ്ജക്റ്റ് ആണ് അതിൽ പറയുന്നത് ഫിനാൻഷ്യലി സപ്പോർട്ട് ദ കമ്മ്യൂണിറ്റി. സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാണ് ഈ കമ്മ്യൂണിറ്റിനെ. ടെക്നോളജി നോക്കിയാൽ PVC മെറ്റ റൺസ് ഓൺ ഫിനാൻസ് സ്മാർട്ട് ചെയിൻ. അതാണ് BEP20. നെക്സ്റ്റ്, അല്ല അവിടെ വേറൊന്നും കൂടി എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണേ? ബൈ സെൽ സ്വാപ്പ് അറ്റ് വൺ ക്രിപ്റ്റോ പ്ലേസ്. ഈ ക്രിപ്റ്റോ വേൾഡിലെ ആദ്യമായിട്ടാണ് ഒരു ആപ്പിൽ തന്നെ, ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ ബൈ സെൽ സ്വാപ്പ് അറ്റ് വൺ ക്രിപ്റ്റോ പ്ലേസ്, ഒറ്റ പ്ലേസ് തന്നെ ഈ 3 കാര്യങ്ങളും വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ കാണിച്ചിട്ടുണ്ട് മാക്സിമം ക്വാണ്ടിറ്റി 150 കോടി ടോക്കൺസ് ചെയ്യാണ്ട്. PVC ടോക്കൺ യൂസ് കേസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഹൈ ലെവൽ ഇൻ ഇ-കോമേഴ്സ് ട്രാൻസാക്ഷൻസ്, എല്ലാം അറിയാം, ഒന്നുകൂടി പറയാണ്. ഓൺലൈൻ ഗെയിമിംഗ്, ബൈ NFTs, മ്യൂച്വൽ ട്രാൻസാക്ഷൻ, ഡൊണേഷൻസ്, പേ ഫോർ സിമ്പിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. മുട്ടുസൂചി തൊട്ട് നമ്മുടെ ഫ്ലൈറ്റ് വരെ വാങ്ങാൻ പറ്റും. ഇൻവെസ്റ്റ്മെന്റ്, അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോ ക്രോസ് ബൗണ്ടറി ട്രാൻസാക്ഷൻ, ഈ കോയിൻ ആ കോയിൻ വാങ്ങാം, ഈ കോയിൻ അത് വാങ്ങാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർ വിഷൻ നോക്കൂ, വി ആർ വർക്കിംഗ്. അവര് വർക്ക് ചെയ്യാണ്.
ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. വർക്കിംഗ് ടുവേഴ്സ് ആൻഡ് എംപവേർഡ് കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്യാണ്. എന്തിനെ? ഇന്റർ കണക്റ്റഡ് വേൾഡ്, ലോകമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും. അതിലൊരു നോട്ടിഫിക്കേഷൻ വന്നു, ത്രൂ റെഫറൽ ലിങ്ക്. ഈ റെഫറൽ അടുത്തത് സാർ ഒന്ന് ടച്ച് ചെയ്യും. ത്രൂ റെഫറൽ ലിങ്ക് യു വിൽ ബി ഏബിൾ ടു ഏൺ. നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും മില്യൺസ് ആൻഡ് ബില്യൺസ് പെർ ഡേ ബൈ ഇൻവോൾവിംഗ് അതർ പീപ്പിൾ ഇൻ ടോക്കൺ ഫാമിംഗ്. മറ്റുള്ളവരുടെ അല്ലെങ്കിൽ പാസ് ചെയ്യുക. അതാണ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. ഫോർ ദ പീപ്പിളിന് വേണ്ടി നമ്മള് അവരെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മില്യൺസ് ആൻഡ് ബില്യൺസ്. മില്യൺസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, ബില്യൺസ് പറഞ്ഞാൽ 100 കോടി വരെ നമുക്ക് പെർ ഡേ സമ്പാദിക്കാൻ പറഞ്ഞ റിട്ടേൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം എഴുതി തന്നിരിക്കുകയാണ്. നെക്സ്റ്റ്, ഫ്യൂച്ചർ ഓഫ് ദ മണി. അതിൽ പറയേണ്ടത് PVC മെറ്റൽ വൈ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബൂമിങ്. എന്തുകൊണ്ടാണ് ഇത് ബൂമിങ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് കാരണം പറഞ്ഞാൽ അതിലൊരു വേർഡ് എഴുതിയിട്ടുണ്ട്, ഗോയിങ് ടു ബേൺ മില്യൺസ് ഓഫ് ടോക്കൺ ഇൻ കമ്മിങ് മന്ത്സ്. ഇതിന് ബേൺ, ഈ ക്രിപ്റ്റോ ഈ വേൾഡിൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ് ബേൺ ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. കാരണം ഇപ്പൊ 150 കോടി ടോക്കൺ നമ്മുടെ കയ്യിലുണ്ട്. അതിനെ ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പകുതിയോളം ബേൺ ചെയ്ത് എന്താവും? അതിന്റെ ഇന്ന് കാണുന്ന വാല്യൂ അല്ല, അതിന് ഡബിൾ ആവും. അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇതില് PVC മെറ്റീരിയലൂടെ കടക്കുന്നത്? നെക്സ്റ്റ് സാർ, എങ്ങനെയാണ് നോക്കുക പറഞ്ഞാൽ ഇതിനെ കാണിക്കുന്ന 2 ഇതാണ് ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്. എന്താ ട്രസ്റ്റ് വാലറ്റ് മെറ്റാമാസ്ക്? ഒരു ബ്രൗസറാണ്. എന്താണ്? ഗൂഗിൾ, ഡക്ക് ഗോ അല്ലെങ്കിൽ ഫയർബോക്സ്, ഇതേമാതിരിയുള്ള ഒരു ബ്രൗസർ മാതിരിയാണ്. പക്ഷെ ഇതിലെന്താ ബ്യൂട്ടി പറഞ്ഞാൽ ഇതിൽ ഹൈലി സെക്യൂർഡ് ആയിട്ടും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ട്രസ്റ്റ് വാലറ്റ്. നമ്പർ 1 ആണ് ലോകത്ത് തന്നെ. അതുകൊണ്ടാണ് അതിനെ സെലക്ട് ചെയ്യാൻ കാരണം. എന്താണ് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് എന്താണെന്ന് നോക്കിയാൽ, നെക്സ്റ്റ്, ട്രസ്റ്റ് വാലറ്റ് ഈസ് എ മൊബൈൽ ക്രിപ്റ്റോ കറൻസി. കണ്ടോ, ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഈസ് എ മൊബൈൽ ക്രിപ്റ്റോ കറൻസി വാലറ്റ് ആണ്. ആൻഡ് ഡീസെൻട്രലൈസ്ഡ് അപ്ലിക്കേഷൻസ്, ഡി ആപ്പ് ആണ്. ബ്രൗസർ ദാറ്റ് അലോസ് യൂസർ ടു സെക്യൂർലി സ്റ്റോർ, ഭയങ്കര സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് ക്രിപ്റ്റോ കറൻസീസ്, വൈഡ് റേഞ്ച് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ടോക്കൺസ്. ഇറ്റ് വാസ് അക്വേർഡ് ബൈ ബിനാൻസ്. ഇതാരുടെയാണ്? ഇതും ബിനാൻസിന്റെ തന്നെയാണ്. വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഇൻ 2018. 2018 ഈ ട്രസ്റ്റ് വാലറ്റ് ഈസ് നോൺ ഫോർ ദ ഈസി ടു യൂസ്. ഈസി ആയിട്ട് യൂസ് ചെയ്യാം, ഹൈലി സെക്യൂർഡ് ആണ്, ആൻഡ് ആക്സസിബിലിറ്റി. ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് വെറൈറ്റി of blockchain network including Ethereum, Binance Smart Chain and others. ഇതിലൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചു നോക്കിയാല് ഞാൻ പറയാറുണ്ട്, ഇതിന്റെ ബാക്കപ്പ് ആരാ ചോദിച്ചാൽ റോത്ത്ഷീൽഡ് ഫാമിലി എന്ന് പറയും. അവര് 1760 തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ്. 1760 ലോകത്തില് ആദ്യമായിട്ട് ഡോളർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1792. എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ നോക്കൂ. 1760 റോത്ത്ഷീൽഡ് ഫാമിലി ഒരു ബാങ്കിങ് ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. 1792 ഡോളർ വേൾഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1792. 1914 ലോക വിപണിയിൽ ഡോളറിന്റെ സ്ഥാനം വന്നത്. അപ്പൊ അതും ഇതും എന്തോ ഇന്റർ കണക്റ്റഡ് ഇല്ലേ? ഇവിടെ നോക്കും, ഈ ട്രസ്റ്റ് വാലറ്റ് എപ്പോഴാ വന്ന്? 2018. നമ്മുടെ ഓർഗനൈസേഷൻ എപ്പോ സ്റ്റാർട്ട് ചെയ്ത്? 2015. അവിടെ എന്തോ ഒരു ഇന്റർലിങ്ക് ഇല്ലേന്ന് എന്റെ ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സീഡ് ഫണ്ടിങ്. സീഡ് ഫണ്ടിങ് ചെയ്യുമ്പോൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്? നെക്സ്റ്റ് സാർ, 28/7/2022 ജൂലൈ മാസം 2022 28-ാം തീയതി ഈവനിങ് 4:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അന്ന് എന്താണ്? 1 PVC മെറ്റ ഈസ് ഈക്വൽ ടു 1 BUSD. 1 BUSDയുടെ വാല്യൂ എന്താണ്? 88 രൂപ. അന്ന് ഈ PVC മെറ്റയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെറും 88 രൂപയായിരുന്നു. നെക്സ്റ്റ്, ഞാനിവിടെ പറഞ്ഞു റൈറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ PVC മെറ്റ. PVC മെറ്റയുടെ കോൺസെപ്റ്റ് എന്താ? ആ കോൺസെപ്റ്റ് ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി ഫോളോ ദ സിസ്റ്റം പ്രോപ്പർലി. ശരിയായ രീതിയിൽ ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ ലീഗലി ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന്
നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ജനറേഷനും 100% ഗ്യാരണ്ടി, 100% ലീഗലാണ്. നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ജനറേഷനും. സിക്സ്ത് സെൻസ് പീപ്പിൾ, നെക്സ്റ്റ് സിക്സ്ത് സെൻസ് പീപ്പിൾ പറഞ്ഞാൽ വരാൻ പോണ കാര്യങ്ങളെ നേരത്തെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് സിക്സ്ത് സെൻസ് പീപ്പിൾ എന്ന് പറയാം. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. പേടിഎമ്മിന്റെ ഓണറാണിത്. അദ്ദേഹത്തിന്റെ പേര് വിജയ് ശേഖർ ശർമ്മ എന്നാണ്. എപ്പോഴും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ പലർക്കും അറിയില്ല. പക്ഷെ നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കിയാൽ 2010 ഓഗസ്റ്റിലാണ്, 2010 ഓഗസ്റ്റിലാണ് ഇദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തത്. 2010 എന്ന് പറഞ്ഞാൽ ഇപ്പൊ 13 വർഷമായി, 13-14 വർഷമായി. അന്ന് ഒരു 10-11 തീയതിയോ 2011-ലോ 12-ലോ 13-ലോ 14-ലോ നമ്മൾ ആരെങ്കിലും ഇതിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നൈബേഴ്സ്, അവരുടെ അടുത്ത് പോയിട്ട് ഈ മൊബൈലിലൂടെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? ഇല്ല. സെയിം കണ്ടീഷനാണ് ഇപ്പൊ നമുക്കും. നമ്മളിത് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ആ 2010 സ്റ്റാർട്ട് ചെയ്തെന്ന് അദ്ദേഹത്തിന്റെ ആസ്തി 18,000 കോടിയായി. കാരണം ഹി നോസ് ദാറ്റ്. അദ്ദേഹത്തിന് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യും, ഈ ഇന്ത്യയിലത്തെ എല്ലാവരും എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ പ്ലാറ്റ്ഫോമിൽ അടക്കം എത്തി. ഹി നോസ് ദാറ്റ്. അതിന് അദ്ദേഹം എന്ത് കാണിച്ചു? പേഷ്യൻസ്, പെർസിസ്റ്റൻസ് ആൻഡ് പാഷൻ. ആ പാഷനിൽ ഉറച്ചു നിന്നു, ക്ഷമയോടുകൂടി ഉറച്ചു നിന്നു. അയാൾക്കറിയാം ഇന്നില്ലെങ്കിൽ നാളെ ഇതെല്ലാം വലുതാകുന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കും വളരെ ഇമ്പോർട്ടന്റ് ആയി. ഇനി ഒരാളെ കൂടി ഞാൻ പറയാം. ആശിഷ് ഗുപ്ത എന്ന് പറയും. അദ്ദേഹത്തിന്റെ പേര് ആശിഷ് ഗുപ്ത. അദ്ദേഹത്തിന് എന്താ പറയാന്ന് എല്ലാരും പറയാ ഈ വേൾഡില്. ആശിഷ് ഗുപ്ത, ദ ഏഞ്ചൽ ഹു സ്ട്രക്ക് ഗോൾഡ് ഇൻ ഫ്ലിപ്കാർട്ട് സെയിൽ ടു വാൾമാർട്ട്. ഈ ഏഞ്ചൽ ആണെന്നാ പറയുന്നത്. ഈ സ്ട്രക്ക് ഗോൾഡ്. എന്താ കാരണം? ഇദ്ദേഹം 2009 അവിടെ ഉണ്ട്. 2009 10 ലക്ഷം റുപ്യ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തു. ഫ്ലിപ്കാർട്ട് അന്ന് വരികയാണ്. ഫ്ലിപ്കാർട്ടിന്റെ ഷെയർ അയാൾ വാങ്ങി 2009. 2018 മെയ് 11 വാൾമാർട്ട് അങ്ങനെ ഫ്ലിപ്കാർട്ടിന് അങ്ങോട്ട് വാങ്ങി $240 മില്യൺ. അന്ന് ഇയാളിത്തെ 10 ലക്ഷത്തിന്റെ വാല്യൂ 20 മില്യണായി കിട്ടി ഇയാൾക്ക്. അതായത് 150 കോടി അന്നത്തെ ഡോളർ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ. 9 വർഷം കൊണ്ട് 10 ലക്ഷം 150 കോടിയായി മാറിയ ഒരു ഇൻവെസ്റ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിനടുത്ത് ആ 2009 10 ലക്ഷം റുപ്യ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ചെയ്തത്, അല്ലെ? എന്തുകൊണ്ടാണ്? അദ്ദേഹം ഇൻവെസ്റ്ററായി. കാരണം കയ്യില് ആക്സസ് ഇല്ല. അപ്പൊ നമുക്ക് തോന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നല്ലോ. ഓക്കെ, അതിന് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ്, ഈ ബുക്കിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ ഇപ്പൊ അത് പറയാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം റോബർട്ട് കിയോസാക്കി എന്ന് പറയും. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്ക് ജന്മം കൊണ്ട് ജപ്പാൻ ആണെങ്കിൽ ഇയാൾ ജനിച്ചതും വളർന്നതൊക്കെ അമേരിക്കയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം 2001 എഴുതിയ ഒരു ബുക്കാണ് ബിസിനസ് സ്കൂൾ. ഇതിൽ കാണുന്ന സെക്കൻഡ് എഡിഷനാണ്. ഫസ്റ്റ് എഡിഷൻ നടന്നത് 2001 അതിലാണ് അദ്ദേഹം ഈ 4 ക്വാർട്ടറിനെ പറ്റി പറഞ്ഞത്. എന്താ 4 ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഗലായിട്ടും ലെജിറ്റിമേറ്റ് ആയിട്ട് നിയമപരമായിട്ട് പണം സമ്പാദിക്കുന്ന 4 കാറ്റഗറിയിൽ നിന്ന് വേൾഡിൽ. ഒന്ന് എംപ്ലോയി. കാരണം യു ഹാവ് എ ജോബ്. നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടാവും, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, അങ്ങനെ നിങ്ങൾക്ക് സമ്പാദ്യം കിട്ടും. പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, തറപ്പിച്ച് ചോദിച്ചാൽ ഇല്ല. സമയമുണ്ടോ ചോദിച്ചാൽ അതും ഇല്ല. ഇത് സെക്യൂർഡ് ആണെങ്കിൽ നിങ്ങളുടെ ജോലി ചോദിച്ചാൽ അതും ഇല്ല. ഇതാണ് എംപ്ലോയിയുടെ കണ്ടീഷൻ. ഇനി സെൽഫ് എംപ്ലോയിഡ്, അതായത് യു ഓൺ എ ജോബ്. ഞാൻ എന്റെ ജോബിൽ ഞാൻ കണ്ടുപിടിച്ച അതിന്റെ ഫുൾ ഫോം എന്താ പറയുക? ജോബിന്റെ ഫുൾ ഫോം പറഞ്ഞാൽ ജസ്റ്റ് ഒബേ ദ ബോസ്. ബോസ് പറഞ്ഞത് അനുസരിക്കുക എന്ന് മാത്രമാണ്. എന്റെ സ്വന്തം അമ്മയെ കാണാൻ പോകാൻ ബോസ് വിചാരിക്കണം. 2 ദിവസം ലീവ് അഡീഷണൽ എടുക്കണമെങ്കിൽ ബോസ് വിചാരിക്കണം. നാളെ ഞാനും ബോസ് ആവും. ഇതേ തന്നെയാണ് ഞാനും സബോർഡിനേറ്റ്സിന്റെ അടുത്ത് കാണിക്കുക. സിമ്പിൾ. അപ്പൊ സെൽഫ് എംപ്ലോയ്മെന്റ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഓഡിറ്റേഴ്സ്, നമ്മുടെ നാട്ടിൽ കാണുന്ന, നമ്മുടെ അവിടെ കാണുന്ന ചെറിയ ചെറിയ ബിസിനസ് പീപ്പിളൊക്കെ അവർ പറയും ഞാൻ ബിസിനസ്സാ ചെയ്യണം. എന്താണ് ഈ റോബർട്ട് ഈ ബിസിനസ് സ്കൂളിൽ പറയുന്നത്? എന്താണ് ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ബിസിനസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, മൈൻഡ്, ബോഡി, ഇന്റലക്ച്വൽ, അതായത് മനസ്സോ ശരീരമോ അദ്ദേഹത്തിന്റെ ബുദ്ധിയോ 6 മാസം ആ ബിസിനസ്സുമായിട്ട് കണക്ഷനേ ഇല്ല. 6 മാസം കഴിഞ്ഞു വരുമ്പോൾ ആ ബിസിനസ് അതേ നിലയിലോ അതിനെക്കാട്ടിലും കൂടുതലോ ഉണ്ടെങ്കിൽ ഈസ് ദ ബിസിനസ് മാൻ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ആലോചിച്ച് നോക്കും.
ഒരു മെഡിക്കൽ ഷോപ്പ് ബിസിനസ് ആണെന്ന് പറയും. അദ്ദേഹം പോയി രാവിലെ തുറക്കണം, അദ്ദേഹം തന്നെ താഴ്ത്തണം, അദ്ദേഹം ഇല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു. ഒരു ഡോക്ടറാണ് വിചാരിച്ചു പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാദേശിക സ്ഥലത്തില്, ഒരു 6 മാസം ലീവ് എടുത്ത അടുത്ത ഡോക്ടറിന് ചാൻസ് ആയി. അപ്പൊ സെക്യൂർഡ് ആണോ? അല്ല. പൈസ ഉണ്ടോ? പൈസയൊക്കെ ഉണ്ട്. ടൈം ഉണ്ടോ? ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാൽ ബിഗ് ബിസിനസ് പീപ്പിൾ, അതാണ് ബിസിനസ് ഓണർ, റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ, യു ഓൺ എ സിസ്റ്റം, ഒരു സിസ്റ്റം അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആൻഡ് പീപ്പിൾ വർക്ക് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി പീപ്പിൾ വർക്ക് ഫോർ യു. നിങ്ങൾക്കറിയാം അവിടെ ലുലുവിന്റെ വലിയ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ട്. അതേ യൂസഫ് അലി എല്ലാ ദിവസവും അവിടെ വന്ന് നിൽക്കുമോ? അതിന്റെ ആവശ്യമില്ല. വൈ? അദ്ദേഹം ഒരു സിസ്റ്റം അവിടെ റെഡിയാക്കി ആ എംപ്ലോയീസ് അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതിനാണ് ബിഗ് ബിസിനസ് പീപ്പിൾ. അവർ സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് പീപ്പിൾ വർക്ക് ഫോർ ദം, അവർക്ക് വേണ്ടി ജനങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർ എന്താണ്? മണി വർക്ക്സ് ഫോർ യു, പൈസ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതാണ് ആശിഷ് ഗുപ്തിനെ ഞാൻ കാണിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ എക്സസ് ആയിട്ടുള്ള ഒരു 10 ലക്ഷം റുപ്യ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം അതിൽ ഷെയർ വാങ്ങിയപ്പോൾ അടുത്ത 9 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയത് 150 കോടിയാണ്. പക്ഷെ ഏറ്റവും ബ്യൂട്ടി ഈ നെക്സ്റ്റ് സാർ, ഈ ഏറ്റവും ബ്യൂട്ടി എന്താ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡില് 90% ആൾക്കാരുണ്ട്, പീപ്പിൾ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ലോകത്തില്. റൈറ്റ് സൈഡിൽ 10% പീപ്പിൾ ഉണ്ട്. വേറെ ബ്യൂട്ടി, ഈ 90% ടോട്ടൽ വെൽത്ത് ഓഫ് ദ ഗ്ലോബൽ, ഈ ലോകത്തിന്റെ 100% ആ വെൽത്തിന്റെ 10% മാത്രമേ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ അടുത്തുള്ളൂ. 90% ഉള്ളത് റൈറ്റ് സൈഡിലുള്ള ആൾക്കാരുടെ അടുത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10% ഉള്ള സ്ഥലത്ത് പോയിട്ട് ഈ 90% കൂടി എടുക്കാൻ പോയി എത്ര തന്നെ കിട്ടും? പക്ഷെ അവിടെ നോക്കൂ, വെറും 10% ആൾക്കാരേ ഉള്ളൂ, അവിടെ 90% വെൽത്തും ഉണ്ട്. അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് സാമാന്യ ബുദ്ധിക്കും ഈ ജന്മം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് ഇത് പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ എന്നെ അട്രാക്ട് ചെയ്ത ഈ ഒരു ബുക്കിന്റെ ബ്യൂട്ടി അട്രാക്ട് ചെയ്ത് സാർ ഒന്ന് ടച്ച് ചെയ്യും, അട്രാക്ട് ചെയ്ത് നമ്മൾക്കും ഇൻവെസ്റ്റർ ആവാം. സാധാരണ ഒരു എംപ്ലോയി കാറ്റഗറിയിൽ ഇരുന്ന് ആ എക്സ്പീരിയൻസ് വെച്ച് അടുത്ത് ചെറുതായിട്ട് ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് ബിൽഡ് ചെയ്ത് ഹ്യൂജ് ആയിട്ടുള്ള മിഷനും വിഷനും ക്ഷമയും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഇന്റലക്ച്വൽ ആയിട്ടുള്ള വർക്കും എല്ലാം കഴിഞ്ഞിട്ട് മാത്രമാണ് ബിസിനസ് ഓണർ ആവുക. ആ ബിസിനസ് ഓണർ ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിൽ കുറെ ആൾക്കാർ വർക്ക് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ പ്രോഫിറ്റ് കൊണ്ടാണ് ഇൻവെസ്റ്റർ ആകാൻ പറ്റുള്ളൂ. ഇവിടെയോ നമുക്ക് ഈ കടമ്പയൊന്നും പോകാണ്ട് നേരിട്ട് ഇൻവെസ്റ്റ് ആകാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ പേർഡിൻ ഇന്റർനാഷണൽ PVC Meta.is ആണ്. നെക്സ്റ്റ് സാർ, സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് വാലറ്റിൽ സീഡ് ഫണ്ടിങ് ചെയ്യാം,